സുഹൃത്തെ നമസ്കാരം. JDS കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 19, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി JDS കറണ്ട് അഫേഴ്സ്. കോമ്പറ്റേറ്റീവ് എക്സാമിൽ കറണ്ട് അഫേഴ്സിന് വളരെയധികം പ്രാധാന്യം ഉള്ളതുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ഓരോ പേപ്പറിൻ്റെയും അപ്ഡേഷൻസ് പോലിരിക്കും നമ്മളുടെ എക്സാമിൻ്റെ റിസൾട്ടും. ഇവിടെ ഈ വീഡിയോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്, അതേപോലെ ന്യൂസ് ഹെഡ്ലൈൻസും. ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം. ദി ക്യാബിനറ്റ് ഓഫ് കേരള ഹാസ് അപ്രൂവ്ഡ് ടു കണ്ടക്ട് ഡിജിറ്റൽ റീസർവേ ഓഫ് ഹൗ മെനി വില്ലേജസ് ഇൻ ദ സ്റ്റേറ്റ്. സംസ്ഥാനത്തെ എത്ര ഗ്രാമങ്ങളുടെ ഡിജിറ്റൽ റീസർവേ നടത്താൻ കേരള മന്ത്രിസഭ അംഗീകരിച്ചു? 1550 villages. 1550 ഗ്രാമങ്ങളുടെ ഡിജിറ്റൽ റീസർവേ നടത്താൻ 2021 ഓഗസ്റ്റ് 17 കേരള മന്ത്രിസഭ അംഗീകരിച്ചു. 807.98 കോടി രൂപയാണ് ഇതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. 4 വർഷം കൊണ്ട് 4 ഘട്ടങ്ങളിലായിട്ടാണ് ഡിജിറ്റൽ റീസർവേ നടക്കുക എന്നത് റവന്യൂ മിനിസ്റ്റർ കെ രാജൻ അറിയിച്ചു. ഇതിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ വർഷം 400 വില്ലേജുകളാണ് 339.43 കോടി രൂപയ്ക്ക് നടത്താൻ ഉദ്ദേശിക്കുന്നത്. റീബിൽഡ് കേരള ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ കീഴിലാണ് ഈ ഡിജിറ്റൽ റീസർവേ നടക്കാൻ പോകുന്നത്. ദി സുപ്രീം കോർട്ട് ഇഷ്യൂഡ് ആൻ ഇന്ററിം ഓർഡർ അലോവിംഗ് വിമൻ കാൻഡിഡേറ്റ്സ് ടു ടേക്ക് പാർട്ട് ഇൻ വിച്ച് ഡിഫൻസ് എക്സാമിനേഷൻ. ഏത് ഡിഫൻസ് പരീക്ഷയിൽ വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാൻ അനുവദിച്ചുകൊണ്ട് ഒരു ഇടക്കാല ഉത്തരവ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചു. NDA എക്സാമിനേഷൻ 2021 ഓഗസ്റ്റ് 18 സുപ്രീം കോടതി നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ സെപ്റ്റംബർ 5 നടക്കുന്ന പരീക്ഷയിൽ വനിതകൾക്കും പങ്കെടുക്കാം എന്ന് ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു. നാഷണൽ ഡിഫൻസ് അക്കാഡമി, ഇന്ത്യൻ എയർഫോഴ്സ്, ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവിയിൽ കമ്മീഷൻ ഓഫീസറിലേക്ക് +2 അടിസ്ഥാനത്തിൽ നടത്തുന്ന ഒരു പരീക്ഷയാണ് NDA എക്സാമിനേഷൻ. വാട്ട് ഈസ് ദ ന്യൂ പ്രപ്പോസ്ഡ് നെയിം പാസ്ഡ് ബൈ ദി സിറ്റീസ് ജില്ലാ പഞ്ചായത്ത് ഓഫ് UP ടു അലിഗഡ് സിറ്റി. അലിഗഡ് നഗരത്തെ UPയിലെ ജില്ലാ പഞ്ചായത്ത് പാസാക്കിയ പുതിയ നിർദ്ദിഷ്ട പേര് എന്താണ്? ഹരിഗഡ്. അലിഗഡ് നഗരത്തെ ഹരിഗഡ് എന്ന പേരിൽ മാറ്റുന്നതിനു വേണ്ടി UPയിലെ ജില്ലാ പഞ്ചായത്ത് പ്രമേയം പാസാക്കി. കൂടാതെ മെയിൻപുരി എന്ന നഗരത്തെയും മായൻ നഗർ എന്ന് ആക്കുന്നതിനു വേണ്ടി പ്രമേയം പാസാക്കി. ഹൗ മെനി ജഡ്ജസ് ഹാവ് ബീൻ റെക്കമെൻഡഡ് ബൈ ദി സുപ്രീം കോർട്ട് കൊളീജിയം ലെഡ് ബൈ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഫോർ ദി സുപ്രീം കോർട്ട്. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ സുപ്രീം കോടതി കൊളീജിയം എത്ര ജഡ്ജിമാരെ സുപ്രീം കോടതിയിലേക്ക് ശുപാർശ ചെയ്തു? 8 ജഡ്ജിയും ഒരു ലോയറിനെയും സുപ്രീം കോടതിയിലേക്ക് സുപ്രീം കോടതി കൊളീജിയം ശുപാർശ ചെയ്തു. ഇതിൽ കർണാടക ഹൈക്കോടതി ജഡ്ജി BV നാഗരത്നയും ഉൾപ്പെടുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ വിമൻ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആകാൻ സാധ്യതയുള്ള ഒരു ജഡ്ജ് ആണ് ഇപ്പോഴത്തെ കർണാടക ഹൈക്കോടതി ജഡ്ജ് BV നാഗരത്ന. Former Indian captain Mahendra Singh Dhoni became the brand ambassador of which hospital group in Tamil Nadu? മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണി തമിഴ്നാട്ടിലെ ഏത് ആശുപത്രി ഗ്രൂപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായി? കാവേരി ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസ്. ചെന്നൈ, തിരുച്ചി, ഹോസൂർ, സേലം, ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന കാവേരി ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസിന്റെ ബ്രാൻഡ് അംബാസിഡറായി മാറി മഹേന്ദ്ര സിംഗ് ധോണി. താലിബാൻ ഇസ് ഗോയിങ് ടു റൺ അഫ്ഗാനിസ്ഥാൻ ബേസ്ഡ് ഓൺ വിച്ച് ലോ? ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് അഫ്ഗാനിസ്ഥാൻ ഭരിക്കാൻ താലിബാൻ പോകുന്നത്? ഷരിയ ലോ. ശരിയത്ത് അഥവാ ഇസ്ലാമിക് നിയമം അനുസരിച്ച് തങ്ങൾ അഫ്ഗാനിസ്ഥാൻ ഭരിക്കുമെന്ന് താലിബാൻ അറിയിച്ചു. ഇസ്ലാമിക് പാരമ്പര്യത്തിന്റെ ഭാഗമായ ഒരു മതനിയമമാണ് ശരിയത്ത്, ഇസ്ലാമിക് നിയമം അല്ലെങ്കിൽ ശരിയത്ത് നിയമം. ഇത് ഇസ്ലാമിന്റെ മതപരമായ പ്രമാണങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്, പ്രത്യേകിച്ച് ഖുറാനും ഹദീത്തും. In which sports event
ഇന്ത്യ വൺ ബ്രോൺസ് മെഡൽ ഇൻ ദി അണ്ടർ-20 വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ്. ഏത് കായിക ഇനത്തിലാണ് അണ്ടർ-20 ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ വെങ്കലം നേടിയത്? മിക്സഡ് 4x400 മീറ്റർ റിലേ. 2021 ഓഗസ്റ്റ് 18 ഇന്ത്യൻ ടീം ആയിട്ടുള്ള ഭരത് എസ്, പ്രിയ മോഹൻ, സമ്മി, കപിൽ അണ്ടർ-20 വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കി. 1ാം സ്ഥാനം നൈജീരിയയും 2ാം സ്ഥാനം പോളണ്ടുമാണ്. നമ്മളിന്ന് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.